ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു മോർണിംഗ് വ്ളോഗ് തന്നെ ആക്കാം കേട്ടോ. കുട്ടികളെ സ്കൂൾക്ക് പോകാൻ വേണ്ടി റെഡിയാക്കിയിട്ട് സിറ്റ് ഔട്ടിൽ വന്നിരിക്കണം, വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരും ഇന്ന് യൂണിഫോമിലൊന്നല്ല, ഇന്ന് സ്പോർട്സിന് സ്കൂളിൽ. അപ്പോൾ എന്താ പറയുക, ജേഴ്സിയും സ്പോർട്സിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് എല്ലാവരും വലിയ ത്രില്ലിലാണ് കേട്ടോ. മക്കളൊക്കെ സ്പോർട്സും ആർട്സിനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ഞാൻ റണ്ണിങ്ങിനും ലോങ് ജമ്പിനും മാത്രം. അഞ്ചുട്ടി എന്തിനൊക്കെയുണ്ട് സ്പോർട്സിൽ ജേഴ്സി ഒക്കെ ഇട്ട് സുന്ദരിക്കുന്നില്ല? 50 മീറ്റർ റണ്ണിങ്ങിനുണ്ട്, 100 മീറ്റർ റണ്ണിങ്ങിനുണ്ട്, 200 മീറ്റർ റണ്ണിങ്ങിന്. ഫുള്ള് റണ്ണിങ്ങാ? ലോങ് ജമ്പ് ഹൈ ജമ്പ് ഒന്നുമില്ലേ? 50 മീറ്റർ റണ്ണിങ് ഇന്നലെ കഴിഞ്ഞു, 200 മീറ്റർ റണ്ണിങ് ഇന്നലെ കഴിഞ്ഞു, ഇന്നിപ്പോ 100 മീറ്റർ റണ്ണിങ്. പൈസ കിട്ടിയാ? എത്ര കിട്ടി? 50. പൊളിച്ചൂലേ? ഐസ്ക്രീമും മുട്ടായിട്ട് വാങ്ങിക്കാണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് അടിച്ചു പൊളിച്ചു. അണി എന്തിനൊക്കെയുണ്ട്? ഷോർട്ട് പുട്ട്, ഡിസ്കസ് ത്രോ. പിന്നെ അത്രേ ഉള്ളൂ. മുട്ടയൊക്കെ വെച്ചിട്ടിയാ? എത്ര? 100, 100? 50. പത്തിക്കായിട്ട് വാങ്ങേണ്ട പരിപാടി എന്തൊക്കെയാണ്? വിശാല മുട്ടായി വെച്ചിട്ടിയാ? മുട്ടായി വെച്ചിട്ടിയാ? എത്ര കിട്ടി? എന്തൊക്കെയാ വാങ്ങും? ഞാന് ഒരു ഐസ്ക്രീം, ജ്യൂസ്, ഫ്രണ്ട്സിനെ കൊടുക്കുവോ? ഫ്രണ്ട്സിനെ കൊടുക്കുവോ? ഒന്ന് പൊളിച്ചില്ലേ? വെയിലധികം കൊള്ളണ്ടട്ടാ, ഗ്രൗണ്ട് നല്ല വെയിലേ കയറും. അതിൻ്റെ വെയിലധികം കൊള്ളണ്ടട്ടാ, നല്ല വെയിലേ കയറോട്ടെ. നമ്മൾ തറവാടിൻ്റെ പണി നടക്കണ്, അതാണ് ഈ ഭയങ്കര ശബ്ദട്ട ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ. ഇതെന്താ അറിയാമോ, വിയർപ്പ് തോന്നറട്ടാ. വീഡിയോ എടുക്കാൻ വേണ്ടി ലൈറ്റുള്ളടുത്ത് വന്നിരുന്നവർ. അപ്പോൾ ഇവിടെ ഫാനില്ല, അപ്പം ഇങ്ങനെ വിയർക്കൂട്ട നമ്മൾ. അപ്പം ഇങ്ങനെ ഒപ്പാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തുണിക്കഷ്ണം കൈ പിടിച്ചുകൊണ്ട് വരുന്നതെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഞാൻ കുട്ടികളൊക്കെ സ്കൂളിൽ പോയില്ല, നമ്മൾ സ്പോർട്സിൻ്റെ സ്പോർട്സാണ്. ആർട്സ് നാൾ കഴിഞ്ഞു, പിന്നെ സ്പോർട്സാണ് ഇപ്പോൾ നടക്കുന്നത്. കുട്ടികളൊക്കെ പരിപാടിക്കുണ്ട്, അവരൊക്കെ ആ ത്രില്ലിലാണ് പോയിട്ടുള്ളത് കേട്ടോ. സ്പോർട്സിന് സത്യം പറയാമല്ലോ, എനിക്ക് പറഞ്ഞേക്കാൻ വലിയ പൂതിയൊന്നുമില്ല, കാരണം ഇവിടെ നല്ല വെയിലട്ടാ. ഇവിടെ വേങ്ങര എന്താ പറയുക, സഭാ സ്ക്വയറിൽ വെച്ചിട്ടാണ് സ്പോർട്സ് നടക്കൽ. നല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ വരൂട്ടാ. കുട്ടികളൊക്കെ തലയിട്ട് വീഴും എന്നൊക്കെ പറഞ്ഞിട്ട്, വെയിലിൽ ചൂട് കൂടുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞേക്കണേ തണലത്തിരിക്കാനും പരിപാടിക്ക് മാത്രമേ ഇറങ്ങിയാൽ മതി ഗ്രൗണ്ടിൽ എന്നൊക്കെ പറഞ്ഞേക്കണേ. പക്ഷെ ഒന്നും കേൾക്കില്ല, അവർ കളിയുടെ സമയമല്ല, കളിക്കട്ടെ ഏതായാലും അല്ലേ, പിടിച്ചിട്ട് കാര്യമില്ല, അവരെ പ്രായതല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഓണാക്കിയിട്ട് ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ട്, നമ്മൾ സ്ത്രീകളെ പറ്റിയിട്ട് ഒരു കാര്യം പറയാൻ വെച്ചിട്ടാ. സ്ത്രീകളെ പറ്റിയിട്ട് ഒരു പോയിന്റ് പറയാം. നമ്മളിപ്പോൾ സ്ത്രീകൾക്ക് എന്താ പറയുക, നമ്മൾ സ്ത്രീകൾക്ക് കുഴപ്പമൊന്നുമില്ല, സ്ത്രീകളൊക്കെ ഉഷാറായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് ഒരു പ്രശ്നം കേട്ടോ, എന്താ വെച്ചാൽ എന്തെങ്കിലും കേട്ടാൽ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കൂലേ. പിന്നെ ആണുങ്ങൾക്ക് അത്ര ഉണ്ടല്ലോ, കാരണം ആണുങ്ങൾക്ക് അത് ഇല്ലാതിരിക്കാനുള്ള കാരണം, നമ്മളിപ്പോൾ രാവിലെ തന്നെ നമ്മൾ അരട്ടിയിൽ അടിപൊളി ഉണ്ടാക്കി, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഹസ്ബൻഡിനെ അടിപൊളി ഉണ്ടാക്കി നിൽക്കുക. അപ്പോൾ മൂപ്പരുണ്ടാവും, അവിടെ പുറത്തേക്ക് പോകും, 4 ചങ്ങായിമാരെ ആൾക്കാരെയൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ അത് മറന്നുണ്ടാവും കേട്ടോ. അങ്ങനെ അടികൂടിയ സംഭവം തന്നെ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ എന്താ അവസ്ഥ അതേകരം, ഇതിങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ പെരുപ്പിച്ച് ഊതി വെപ്പിച്ച് തലക്കെ കൂടി ഇങ്ങനെ ഒരു മൊയ് ഭ്രാന്തിയായി ഇരിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷെ ആണുങ്ങൾക്ക് അപ്പോൾ ആര് വന്നിട്ടാ, നമ്മൾ ഇവിടെ വീഡിയോ എടുക്കാൻ ക്യാമറ ഓൺ ആക്കുമ്പോൾ തന്നെ 10 ആൾ വരും എന്നുള്ള അവസ്ഥയാണ്. ഇപ്പോൾ ഒരു സമാധാനത്തിൽ ഒരു പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാൻ കഴിയൂല, അപ്പോൾ ആരെങ്കിലൊക്കെ വരും. അപ്പോൾ ഞാൻ പറയാൻ വെച്ചത്, നമ്മൾ ഈ എന്താ പറയുക, ഇത് വരട്ടുന്നുണ്ടോ, എന്താ പറയുക, നമ്മൾ ഈ അനാവശ്യ ചിന്തകളുണ്ടല്ലോ, മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കേട്ടോ. നമ്മൾ കുറച്ച് വിട്ടുവീഴ്ച വേണം കേട്ടോ. വിട്ടുവീഴ്ച പറഞ്ഞാൽ ഇപ്പോൾ മക്കളൊക്കെ നമ്മൾ തല്ലൂടി നിൽക്കുക, കുട്ടികളെ തന്നെ രാവിലെ സ്കൂൾ പോകുന്ന സമയത്ത് കുട്ടികളുടെ എന്തെങ്കിലും ആവശ്യത്തിലൊക്കെ തല്ലൂടി നിൽക്കുക. കുട്ടികൾ കാണിച്ചാൽ നമ്മൾ എന്ത് വാശി പിടിച്ച് ഇരുന്നാൽ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ തന്നെ മറന്നുണ്ടാവും, നമ്മളെ മനസ്സിലേക്ക് ഉണ്ടായിട്ടാ.
അപ്പോൾ ആരൊറ്റായാലും ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ, മക്കളായാലും ഹസ്ബൻഡ് ആയാലും എക്സാമ്പിൾ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ കൂട്ടുകുടുംബമാകുമ്പോൾ ഒരുപാട് അംഗങ്ങളുണ്ടാവില്ല, മെമ്പേഴ്സ് ഉണ്ടാവും ഫാമിലിയിലൊക്കെ അല്ലേ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. പിറ്റത്തെ ഒരു 10 മിനിറ്റോടെ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് മിണ്ടാൻ ട്രൈ ചെയ്യണം കേട്ടോ. കാരണം അത് മനസ്സിൽ വെക്കുന്നിടത്തോളം എന്താവും, അതിങ്ങനെ അതിൻ്റെ പവർ ഇങ്ങനെ കൂടി വരും കേട്ടോ. നമ്മൾ എന്താ പറയുക, നമ്മൾ ആ ഒരു വാശിയും ദേഷ്യമൊക്കെ ഉണ്ടല്ലോ, ആ വാശിയും ദേഷ്യം നമ്മളെ തലക്ക് ഇങ്ങനെ കനം പിടിച്ച് ഒരു കൊട്ടിയിൽ കൊണ്ടെടുക്കണ പോലെ ഉണ്ടാവും. നമ്മൾ തലക്കും മേലെ ഇങ്ങനെ നമ്മൾ കൊണ്ടെടുക്കലിട്ടാ. അതിങ്ങനെ കാലങ്ങളായിട്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കൂടി ശക്തി കൂടി വരും കേട്ടാ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതൊക്കെ പെട്ടെന്ന് അപ്പം തന്നെ നമ്മൾ പറഞ്ഞു തീർക്കുക. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, ആരൊക്കെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഇപ്പോൾ ഫ്രണ്ട്സിനെറ്റായാലും ഫാമിലി മെമ്പേഴ്സിനെറ്റായാലും പിന്നെ നമ്മളെ മക്കളോടായാലും ഹസ്ബൻഡിനോടായാലും ആരെടുത്തായാലും എന്താ ചെയ്യുക, നമ്മൾ അത് അപ്പക്കപ്പേ പറഞ്ഞു തീർക്കുക കേട്ടോ. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവരെ സംസാരിക്കട്ടെ, മുന്നോട്ട് പോകട്ടെ. അപ്പോൾ സ്ത്രീകൾ എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്ത്രീകൾക്കാണ് ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ അധികം കാണുന്നത്. എനിക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ തലക്ക് നമ്മൾ ഈ കൊട്ടക്കാനക്ക് ഈ ദേഷ്യം വാശിയും ഇതൊക്കെ ഇങ്ങനെ കൊണ്ടെടുക്കുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം വരില്ല അറിയോ. നമുക്ക് അത് ഉൾട്ട നമ്മളെ ശരീരത്തിനെ ബാധിക്കും, നമ്മളെ മനസ്സിനും ശരീരത്തിനും അത് ഉൾട്ട ബാധിക്കും. ഉൾട്ടെന്ന് വെച്ചാൽ മനസ്സിനാണെങ്കിൽ ഡിപ്രഷൻ വരും, ശരീരത്തിന് അസുഖങ്ങൾ പലത് വരും കേട്ടോ. ഷുഗർ, കൊളസ്ട്രോള്, തൈറോയിഡ്, ചിലർക്ക് സൈലന്റ് അറ്റാക്ക്, പിന്നെ അതേപോലെ സ്ട്രോക്ക്, ഓവർ ടെൻഷൻ കാരണം സ്ട്രോക്ക് ഒക്കെ വരില്ലല്ലോ, ഒരുപാട് പേർക്ക് വരില്ല. ആണുങ്ങൾക്കാണെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഓവർ ടെൻഷൻ ഉണ്ടാകാനുള്ള അങ്ങനത്തെ ഓരോ കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ, വലുത് വന്നാൽ പിന്നെ നമ്മൾ അംഗീകരിക്കുക ചെയ്യും, വേറെ നിവർത്തില്ല. പക്ഷേ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, ആവശ്യമില്ലാത്ത ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ, അതൊക്കെ എന്താ ചെയ്യുക, നമ്മൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കട്ട. കാരണം അത് വെച്ചോണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിനാണ് അത് ബാധിക്കട്ട. നമുക്ക് ഈ പറഞ്ഞ അസുഖങ്ങളുണ്ടല്ലോ, അതൊക്കെ വന്നാൽ പിന്നെ പോയി കിട്ടൂലട്ടോ. ഈ തൈറോയിഡ്, ഷുഗർ, പ്രഷറൊക്കെ വന്നാൽ പിന്നെ അത് കാലാകാലം നമ്മൾ മരിച്ചോളം മരുന്ന് കുടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെയാണ് അത് ബാധിക്കുക. അപ്പോൾ എല്ലാവരായിട്ടും എന്ത് ചെയ്യുക, നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കട്ടെ, നല്ല ചിരിച്ചുകൊണ്ട് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുക. എന്തെങ്കിലും നമ്മൾ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തെങ്കിലും നമ്മളെ എതിർ ടീമിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് വന്നാൽ നമ്മളെന്ത് ചെയ്യുക, അത് ആൾക്ക് ബുദ്ധിയില്ല എന്ന് വിചാരിച്ചാൽ മതിട്ട. ബുദ്ധിയില്ല, അവരെന്തോ പൊട്ടത്തരം പറഞ്ഞതാണെന്ന് വിചാരിച്ചിട്ട് മനസ്സിൽ അങ്ങനെ ഒതുക്കിയാൽ മതി മനസ്സിലിട്ടാ. അവരെന്തോ പൊട്ടത്തരം പറഞ്ഞാണ്, അവർക്ക് ബുദ്ധിയില്ല. പിന്നെ അത് അവർ ബുദ്ധിയില്ലാത്ത വർത്താനം പറഞ്ഞാൽ നമ്മളെന്തിനു ദേഷ്യം പിടിച്ചെടുക്കണില്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത വർത്താനം കേട്ടാൽ നമ്മൾ ഈ ചെവിയിലൂടെ കേട്ട് ആ ചെവിയിലൂടെ ഒഴിവാക്കുക. കാരണം ഇവിടെ കയറ്റി വെക്കരുത് കേട്ടോ, തലയിൽ കയറ്റി വെക്കരുത്. ഇതിലൂടെ കേട്ട് ഇതിലൂടെ ഒഴിവാക്കണം കേട്ടോ. അതിവിടെ സെൻറ്ററിൽ കയറ്റി വെക്കരുത്, കയറ്റി വെച്ചാലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അധികം സ്ത്രീകൾ ഇപ്പോൾ അധികം പേര് ജോലിക്ക് പോകുന്നവരൊന്നുമല്ല, വീട്ടിലിരിക്കുന്നത്. ജോലിക്ക് പോകുന്നവരാകുമ്പോൾ അത്ര പ്രശ്നമൊന്നുമില്ല, പുറത്ത് പോകുന്നവർക്ക് അത്ര പ്രശ്നങ്ങൾ വരില്ല. കാരണം അവർ അവിടെ ഇറങ്ങിയാൽ പിന്നെ ചിന്തകൾ മാറി, അവരുടെ ലോകം മാറി. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കാണ് ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് അധികം വരലിട്ട്, ഇങ്ങനത്തെ അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ വരലിട്ട്, ദേഷ്യം വാശിയും വീറൊക്കെ കൂടി വരല് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കാണ് അധികം കണ്ടുവരുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ഒരാളോടും വീട്ടിലിരിക്കുന്ന ഒരാളോടും സംസാരിച്ചാൽ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് എന്താ ചെയ്യുക, ഓവർ തിങ്കിങ് ആണ് കേട്ടോ, ഓവറായിട്ട്. കാരണം അവരിങ്ങനെ വീട്ടിലിരിക്കല്ല, വീട്ടിലത്തെ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. വീട്ടിൽ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യാനുള്ള ജോലികളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഓവർ തിങ്കിങ് കഴിക്കാറട്ടാ. ഇങ്ങനത്തെ ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് മനസ്സ് കയറ്റി വെക്കുന്നുണ്ടാവും. പിന്നെ പുറത്ത് പോണവർക്ക് ഇത് ചിന്തിക്കാനുള്ള സമയമില്ല. കാരണം അവർക്ക് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനും ഇടപഴകാനുള്ള സമയം കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് നെഗറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിങ്ങനെ ആലോചിച്ച് നടക്കാനുള്ള സമയം അവർക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ് അല്ലേ. നമ്മൾ ഈ അസൂയും കുശുമ്പും ദേഷ്യമൊക്കെ വാശിയൊക്കെ ഇങ്ങനെ മനസ്സിട്ടുകൊണ്ട് നടന്നാലേ നമുക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ വരില്ലട്ട. പ്രഷറും പ്രമേഹം അങ്ങനത്തെ ഒക്കെ, കൊളസ്ട്രോൾ, തൈറോയിഡ് അങ്ങനത്തെ എല്ലാ അസുഖങ്ങളും ഏതെങ്കിലുമൊക്കെ അസുഖങ്ങളും മേത്ത് കയറി കൂടുട്ടാ. കയറി കൂടിയാൽ പിന്നെ അത് ഇറങ്ങിപ്പോകില്ല. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും ജീവിതം ഹാപ്പി ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോകുക. അപ്പോൾ ഓക്കെ. സൺക്രീമാണ് ബിസ്ലൈൻ കമ്പനി, സൗദി തുടങ്ങുന്ന കേട്ടോ, നാട്ടിലത്തല്ല. നാട്ടിലുണ്ടോ അവൈലബിൾ ആണോ എനിക്കറിയില്ല. ഞാനിന്ന് ഒന്ന് വീട് വരെ പോകാമെന്ന് വെച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പരപ്പനങ്ങാടി പാനിമാനെ കണ്ടിട്ട് ബ്രദർ കുട്ടികളൊക്കെ പോയല്ലോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇവിടെ സ്പോർട്സ് ആയതുകൊണ്ട് വരാൻ ലേറ്റാകും. കുട്ടികളൊക്കെ 6 മണി 7 മണിയൊക്കെ ആവും എത്തണമെങ്കിൽ. അപ്പോൾ പിന്നെ അത്രയും സമയം വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ. അപ്പം ഇന്ന് ഉമ്മാനുപ്പാനെ കണ്ടിട്ട് കുട്ടികൾ വരുന്നതിൻ്റെ അടുക്കായിട്ട് തിരിച്ചെത്താന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പോക്കിൽ ഒന്നും ഉപയോഗിക്കാറില്ല, സൺക്രീം മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ, വേറെ ഒന്നും ഉപയോഗിക്കാറില്ല.
പിന്നെ കല്യാണം പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ മുഖത്തിടും. പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പിന്നെ എൻ്റെ വീട്ടിൽ പോക്ക്, അതേമാതിരി ഹോസ്പിറ്റൽ കേസ്, സ്കൂൾക്ക് എന്തെങ്കിലും മീറ്റിങ്ങിന് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു സൺക്രീം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. സൺക്രീം ഇട്ടാലും മുഖം ഇങ്ങനെ വിയർക്കും. വിയർക്കാത്ത ടൈപ്പ് സൺക്രീം ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാനതൊന്ന് വാങ്ങിച്ചാൽ ട്രൈ ചെയ്തിട്ടില്ല ഇതായിട്ട്, ഒന്ന് വാങ്ങി നോക്കണം ഏതായാലും. ഒരു ലിങ്ക് കണ്ടതിന് ഇങ്ങനെ മുഖം വിയർക്കാതിരിക്കാനുള്ള സൺക്രീമൊക്കെ. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇതൊക്കെ തീരട്ടെ, വാങ്ങിയതൊക്കെ തീരട്ടെ, തീർന്നിട്ട് വേണം അതൊന്ന് പരീക്ഷിക്കാൻ. അപ്പോൾ അത് എന്താ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു എന്താണ് ലാബെല്ലോ ലിപ് ബാം, ചുണ്ടുകാൻ ഡ്രൈ ആയി നിൽക്കണ്ട വെച്ചിട്ട്. ഇത് കളറൊന്നും വരില്ല കേട്ടോ, ഇത് വെറുതെ ഒരു എന്താ പറയുക ഒരു ബാം. കണ്ടില്ല, കളറൊന്നുമില്ല, ഒരു വാക്സ് ഇങ്ങനെ ഒരു ബാം, ഡ്രൈ ആയി നിൽക്കണ്ട എന്നുള്ള ഒരു ഇത് ഇത്രേ ഉള്ളൂ. അപ്പം ഇനി ഡ്രസ്സ് ഒക്കെ മാറ്റിയിട്ട് പോകാതെ നോക്കട്ടെ. നേരത്തെ തന്നെ പോയാൽ കുറച്ച് നേരമൊക്കെ ഇരിക്കാം, മനറ്റ് പടയൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരിക്കാം. അങ്ങനെ ഒരു 10 മണി 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെമ്മാട് സൈഡിൽ ബൈപ്പാസിലെത്തിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പം ഒന്ന് വണ്ടി സൈഡാക്കിയതാണ്. അവിടെ പിന്നെ എന്താ പറയുക, കച്ചവടക്കാരുണ്ടായിരുന്നു, മറ്റേ ചെറിയ കുഞ്ഞാപ്പിൾ ഉണ്ടല്ലോ, ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു സീസൺ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത്. അപ്പോൾ അത് കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ്. അതൊരു കവർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അത് നേരെ വീട്ടിൽ എത്തിയിട്ടാണ്. വീട്ടിലെത്തി ഉച്ച സമയപ്പോൾ ഉമ്മാൻ്റെ ചോറും കറിയൊക്കെ അത് കണ്ടില്ല. ഉമ്മമാരെ ചോറും കറി എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക വൈബാണല്ലേ. ഇതെന്താ ഉള്ളിച്ചമ്മന്തി, ഉള്ളി അതേപോലെ ഇട്ടിട്ടുണ്ട് അതിലേക്ക്, തിരിച്ചറിയാൻ അതുകൊണ്ട് ഉള്ളിച്ചമ്മന്തിയാണെന്നുള്ള. പിന്നെന്താ ഓംലേറ്റ്, പച്ചക്കറി ഉപ്പേരി, പിന്നെ ഇതെന്താ കുഞ്ഞമത്തി, ചെറിയ മത്തി പൊരിച്ചേട്ടാ, നല്ല രസമുണ്ട്. പിന്നെ അതിലേക്കൊരു പപ്പടം കൂട്ടി കുഴച്ച് വയറ് നിറയെ കഴിച്ചാലുണ്ടല്ലോ പിന്നെ ഒന്നും നോക്കാനില്ല. ആദ്യമൊക്കെ നമ്മളവിടെ നിന്നീന കാലത്ത് പിന്നെ ഇതിനൊന്നും വില അറിയില്ല കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും ചെല്ലുമ്പോഴാണ് ഉമ്മാൻ്റെ ചോറും കറീൻ്റെ ഒക്കെ ഒരു രസം അറിയുന്നത്. ഇത് ഞാൻ വിവാഹത്തിന് മുമ്പൊക്കെ ഉപയോഗിച്ചിരുന്നത് എൻ്റെ റൂമാണ്. അപ്പോൾ ഇങ്ങനെ ഉച്ചഭക്ഷണം കഴിച്ച് കാണാൻ ഒന്നിങ്ങനെ കിടക്കാച്ചിട്ട് വന്നതാണ്. അവിടെ ഇങ്ങനെ ഈ ബെഡിൽ നിന്നോട് കുറേ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അന്നത്തെ കാലം ഇവിടെ ഒരു എന്താ പറയുക, ഈ സൈഡിലെ ജനലും തുറന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അടുത്ത വീട്ടിൽ തെങ്ങുമ്പോൾ എത്ര തേങ്ങ ഉണ്ട് എന്നൊക്കെ എണ്ണിക്കൊണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബുക്ക് എടുത്ത് പഠിക്കലുണ്ട് കുറേ. അതിങ്ങനെ ഓർമ്മ വരും കേട്ടോ, വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ കരുതുന്നു. എല്ലാവരും എന്താ പറയുക ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.